ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാരമൽ പുഡിങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 11 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കാരമൽ ഉണ്ടാക്കി വെക്കുകയാണ്. അതിനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കാരമൽ ഉണ്ടാക്കി വെക്കുകയാണ്. അധികം ബ്രൗൺ ആക്കണ്ട. പിന്നെ നമ്മൾ ഏത് പാത്രമാണോ പുഡിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ആദ്യമേ ഒഴിച്ച് വെക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രെഡൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് അതിലേക്ക് മുട്ടയും അതുപോലെ നമുക്ക് ആവശ്യത്തിന് മധുരമുള്ള പഞ്ചസാര നമ്മളിവിടെ ഒരു 8 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തത് 1/2 കപ്പ് പാലും കൂടി. എത്രയാണോ ബ്രെഡ് ഉള്ളത് ആ കപ്പിൽ അതിൻ്റെ പകുതി പാലുണ്ടായാൽ മതി. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുക നിർബന്ധമാണ്. ഇനി നമ്മളിത് വെച്ചിരിക്കുന്നത് ഒരു ഇഡ്ഡലിൻ്റെ ചെമ്പിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈ ഒരു പാത്രം ഇറക്കി വെച്ചാലും മതി. 15 to 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലിട്ടാലാണ് പെട്ടെന്ന് കുക്കാവുക. അപ്പോൾ കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് സൈഡൊന്ന് വിടുത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ഷെയറും ചെയ്യാൻ മറക്കരുത്.